നമസ്കാരം. ഞാൻ കോയമ്പത്തൂർ തിരുമൂലർ ചിത്തർപീഠം ശിവരാജയോഗി സംസാരിക്കുന്നു. ഇപ്പോൾ ചക്രാസ് ആൻഡ് ദശമഹാവിദ്യ, കേരളത്തിൽ ദശമഹാവിദ്യയുടെ ഫോളോവേഴ്സ് ഒരുപാട് പേരുണ്ട്. നവ ആഭരണ ശക്തികൾ, നവചണ്ഡി, ഇങ്ങനെ ഉപാസകர்கள் ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ ഉപാസകർക്ക് പുറത്തു വെച്ചുള്ള പൂജകൾ, മന്ത്രങ്ങൾ, പൂജകൾ, മുദ്രകൾ വെച്ചുള്ള ഇതാണ്. തിരുമന്ത്രത്തിൽ തിരുമൂലർ എന്ന് പറയുന്നത് വെച്ചാൽ ഈ ആധാരങ്ങൾ വന്ന് ആസ്ട്രൽ എനർജി സപ്പോർട്ട്സ്, അത് വന്ന് ആസ്ട്രൽ ഫ്ലവേഴ്സ്. നമ്മളിപ്പോൾ മന്ത്രപുഷ്പം എന്ന് പറഞ്ഞ് മന്ത്രത്തിൽ പുഷ്പങ്ങൾ ഇടുന്ന മാതിരി ഇത് ആസ്ട്രൽ ബോഡിയിലുള്ള പീഠങ്ങളാണ്. ഈ പീഠങ്ങളിൽ യന്ത്രങ്ങളുമുണ്ട്. ആ യന്ത്രങ്ങൾ ഇപ്പോൾ മൂലാധാരം, സ്വാധിഷ്ഠാനം എല്ലാം ഒന്നിലെ യന്ത്രങ്ങളുണ്ട്. ആ യന്ത്രങ്ങളിൽ ഈ ദശമഹാവിദ്യകളെ വന്ന് പ്രതിഷ്ഠ ചെയ്യുന്ന ടെക്നിക്കാണ് യോഗ. പുറത്ത് വെച്ച് ചെയ്യുന്ന പൂജയുടെ പേര് ശരീര ക്രിയ. ഈ വേദാന്തത്തിൽ നിന്ന് വെച്ചാൽ ഭക്തിയോഗം, കർമ്മയോഗം. അതേമാതിരി ഇവിടെ ശരീര ക്രിയ. അതേസമയം യോഗയിലെന്ന് വരുമ്പോൾ ആ എനർജി ബോഡീസ്, ആ പവറ് ഒவ்வொரு ആധാരങ്ങളിലും നിലനിർത്തുന്നതാണ്. അപ്പോൾ അവർക്ക് ലൈഫ് ലോങ് 24 hours ആ എനർജി അവിടെ നിലനിൽക്കും. അപ്പോൾ ഈ ദശമഹാവിദ്യ ഈ ആധാരങ്ങളിലും ഈ ചക്രങ്ങളിൽ നിലനിർത്തിയാൽ പെർമനൻ്റായിട്ട് അവർക്ക് ഒരു പ്രൊട്ടക്ഷൻ കിട്ടും. ദശമഹാവിദ്യ എന്ന് പറയുന്നത് പരാശക്തി തന്നുടെ എനർജിയെ 10 പിരിച്ച് അതിനെ 8 ഡയറക്ഷനിൽ, ഒന്ന് മുകളിലും ഒന്ന് താഴോട്ട്, അങ്ങനെ ശിവനക്ക് പ്രൊട്ടക്ഷനായിട്ട് ഫോം ചെയ്തതാണ്. ആ പ്രൊട്ടക്ഷൻ ഓരോ ആളുകളും കിട്ടും. അത് ഈ പൂജാരികൾക്ക് ആവശ്യം, മന്ത്രവാദികൾക്ക് എസെൻഷ്യലാണ്. അവർ എന്തെങ്കിലും നെഗറ്റീവ് ചെയ്യുന്നവർക്ക് അവർ ചെയ്യുന്നത് തിരിച്ച് അവർക്ക് തന്നെ വരാതെ ഇരിക്കണമെങ്കിൽ ഈ പ്രൊട്ടക്ഷൻ ഇത് അത്യാവശ്യമാണ്. ഈ ദശമഹാവിദ്യകളെ വന്ന് ആധാരങ്ങളിൽ നിലനിർത്തിയാൽ അതിലുള്ള ബലങ്ങൾ കിട്ടും. ആധാരങ്ങളിൽ ഇപ്പോൾ മൂലാധാരം വെച്ചാൽ ത്രൈലോക്യ മോഹന ചക്രം, അടുത്തത് സ്വാധിഷ്ഠാനം, സർവോസ പരിപൂരക ചക്രം, അടുത്തത് മണിപുരകം, സർവ സംശോഭിനി ചക്രം, അടുത്തത് അനാഹതം, സർവ സൗഭാഗ്യദായക ചക്രം, അടുത്തത് വിശുദ്ധി സർവാർത്ഥ സാധക ചക്രം, അടുത്തത് ആജ്ഞ സർവരക്ഷാകര ചക്രം, അടുത്തത് സഹസ്രാരം സർവരോഹകര ചക്രം, അടുത്തത് ഗുരുമണ്ഡലത്തിൽ പോകുമ്പോൾ സർവസിദ്ധിപ്രദായ ചക്രം, അടുത്തത് സർവാനന്ദമയ ചക്രം, അടുത്തത് പരമാണുവിൽ ടോട്ടൽ എനർജി ഇവിടെ വന്ന് അക്യുമുലേറ്റ് ആവുന്നതാണ് മഹാത്രിപുര സുന്ദരിയിൽ. സോ ഇങ്ങനെ ഒவ்வொரு ആധാരത്തിലും ആ എനർജിയെ നമ്മൾ വന്ന് ഇത് ചെയ്യുമ്പോൾ അതിനുള്ള ബലം കിട്ടും. സാധാരണ വന്ന് നമ്മൾ ഈ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ ചെയ്യുമ്പോൾ കൂടെ ചില ക്ഷേത്രങ്ങളിൽ യന്ത്രപ്രതിഷ്ഠ ഉണ്ട്. ആ വിഗ്രഹങ്ങളുടെ അടിയിൽ യന്ത്രങ്ങൾ ചെയ്തു വെച്ച് ആ ദേവിയുടെ എനർജിയെ അതിൽ ആവാഹം ചെയ്ത് എനർജൈസ് ചെയ്ത് അതിൻ്റെ മേലെ വിഗ്രഹങ്ങൾ വയ്ക്കുന്നുണ്ട്. പക്ഷേ ഈ ആധാരങ്ങളിൽ തന്നെ യന്ത്രങ്ങളിലുണ്ട്. അപ്പോൾ ഈ ആധാരങ്ങളിൽ ഈ ദശമഹാവിദ്യകളും അത് നല്ല സന്തോഷമായിട്ട് എഴുന്നള്ളും എന്നാണ് തിരുമൂലർ പറയുന്നത്. കല്ലിലും തകടിലും നമ്മൾ ആവാഹനം ചെയ്യുന്നത് എങ്ങനെ വരുന്നു അതവിടെ നല്ല രീതിയിൽ ഫുള്ളായിട്ട് ഈ ശക്തിപാത് ശിവയോഗി അവർ ശക്തി ഉപാസന ചെയ്യുന്ന ശക്തിപാത് യോഗിയുടെ ദേഹത്തിലും അത് വന്ന് ഇൻവോക്കായ പെർമനൻ്റായിട്ട് അതിരുന്ന് അവർക്ക് ഹെൽപ്പ് ചെയ്യും. ഈ പോസിറ്റീവ് എനർജി ബോഡീസ് അത് ഇൻവോക്ക് ചെയ്യാൻ ഒவ்வொரு ആധാരത്തിലും, അത് നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ മൂലാധാരം അങ്ങനെയെന്ന് പറയുമ്പോൾ ഭുവനേശ്വരി മാതാവ് ഇൻവോക്ക് ചെയ്യാൻ മന്ത്രങ്ങൾ യൂസ് ചെയ്ത് ഇൻവോക്ക് ചെയ്യണം. അത് ഡയറക്റ്റ് ആ ക്ലാസ്സിൽ തന്നെ പറയാൻ നോക്കും. അതേമാതിരി സ്വാധിഷ്ഠാനത്തിൽ കാളിയെ ഇൻവോക്ക് ചെയ്ത് അതിനുള്ള മന്ത്രങ്ങൾ ഇതും പറഞ്ഞ് ചെയ്യാം. അതിന് ഇത് വന്ന് ആദ്യം ആധാരങ്ങളെ ചക്രങ്ങളെ ഉണർത്തിയ ശേഷം തന്നെ ഇത് ചെയ്യാൻ പറ്റും. അതിനുശേഷം മണിപൂരത്തിൽ ഞങ്ങൾക്ക് വന്ന് ഇത് താരാദേവി ഇൻവോക്ക് ചെയ്യാം. താര എന്ന് പറയുന്നത് നിങ്ങൾക്ക് വന്ന് മനുഷ്യൻ ഒരു പ്രശ്നത്തിൽ പെടാതെ അവരെ വന്ന് അതിൽ നിന്ന് ഹെൽപ്പ് ചെയ്ത് അത് താണ്ടി വിടുന്നത്, അതൊന്ന് വിടുന്ന ഒരു ശക്തിയാണ് താര. അപ്പോൾ ആ എനർജി കിട്ടും നമുക്ക്. ഒരു സ്ഥലത്ത് പോയാൽ ആവശ്യമില്ലാതെ ആർഗ്യുമെൻ്റ് ആവശ്യമില്ലാതെ വരുമ്പോൾ അതിനെ അവോയ്ഡ് ചെയ്യാൻ
നമ്മളറിയാതെ തന്നെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഈ താറാദേവിയുടെ ഇമ്പോർട്ടൻസ് നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് ഭക്തരുണ്ട്. അതിൽ മഞ്ഞ താറ, ഗ്രീൻ താറ എന്നൊക്കെ ഉണ്ട്. ആ എനർജി വന്ന് നിങ്ങൾക്ക് അൺവാണ്ടഡ് സിറ്റുവേഷൻ, റിസ്കിൽ നിന്നൊക്കെ അവോയ്ഡ് ചെയ്ത് രക്ഷപ്പെടുത്തുന്ന എനർജി. അടുത്തത് നിങ്ങൾക്ക് ഇതെന്ന് പറഞ്ഞാൽ അനാഹത്ത് രാജമാതങ്കീശ്വരൻ മധുരൈ മാതങ്കീശ്വരിയായിരിക്കുന്ന മധുരൈ മീനാക്ഷി. അപ്പോൾ അവരുടെ കടാക്ഷം കിട്ടിയാൽ എല്ലാവിധ ഐശ്വര്യങ്ങളും കിട്ടും. ഇതേമാതിരി നെഗറ്റീവ് എനർജി അകത്ത് വരാതെ അവർ സംരക്ഷിക്കാൻ ഐശ്വര്യങ്ങളും കിട്ടും. അതാണ് അനാഹത്തിൽ. അടുത്തത് ഇതേമാതിരി നിങ്ങൾക്ക് വിശുദ്ധിയിൽ പോയാൽ ധൂമാവതിയെ ഇൻസ്റ്റാൾ ചെയ്യാം. ധൂമാവതിയെ ഇൻസ്റ്റാൾ ചെയ്താൽ അത് അവർ പ്രൊട്ടക്ഷനും കിട്ടും. ഒരു ഫൈനൽ എനർജിയാണ്. അവർ സ്പേസ് എനർജി. ശിവനെ എടുത്ത് വിളുങ്ങാനുള്ള ശക്തിയുള്ള അങ്ങനെ ഒരു ഇൻഫിനിറ്റ് ക്യാൻ ബിഗറ്റ് ഇൻഫിനിറ്റ് എന്ന് പറയും. അതേമാതിരി ഇൻഫിനിറ്റ് ക്യാൻ സോളോ ഇൻഫിനിറ്റ് അങ്ങനെയുള്ള സ്റ്റേറ്റസിലുള്ളതാണ് ധൂമാവതി അങ്ങനെ ഒരു എനർജിയാണ്. അത് അതിനുള്ള ഇൻവോക്ക് ചെയ്യാം. അതിൻ്റെ അടുത്തത് നിങ്ങൾക്ക് ആജ്ഞാവിൽ കമലാത്മിക അവരെ ഇൻവോക്ക് ചെയ്യാം. മന്ത്രം ഇതൊക്കെ ചെയ്ത് ഇൻവോക്ക് ചെയ്യാം. അടുത്തത് ചിന്നമസ്ത സഹസ്രാരത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത റൈറ്റ് ബ്രെയിൻ, ലെഫ്റ്റ് ബ്രെയിൻ, മിഡിൽ അത് കണക്ഷൻ അതൊക്കെ കിട്ടും. അതിലുള്ള ഉണ്ട്. അത് ഗുരുമണ്ഡലത്തിൽ ബഗ്ലാമുഹി എന്ന് വെച്ചാൽ നെഗറ്റീവ് എനർജി നമ്മൾ വരുന്ന എതിരികളെ പോയി അറ്റാക്ക് ചെയ്ത് അവിടെ ബ്രെയിനൊക്കെ അറ്റാക്ക് ചെയ്ത് പാരലൈസ് ചെയ്യുന്ന ഒരു എനർജിയാണ് ബഗ്ലാമുഹി. അവരെ അതിനെ ആക്ടിവേറ്റ് ചെയ്ത് ഗുരുമണ്ഡലത്തിൽ സ്ഥാപിക്കാം. അടുത്ത് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഭൈരവി നിരാധാരത്ത് ഭൈരവിയെ ഇൻവോക്ക് ചെയ്യാം. ഭൈരവിയെ ഇൻവോക്ക് ചെയ്തിട്ട് ലാസ്റ്റ് മഹാത്രിപുരസുന്ദരി, ഷോഡശി മഹാത്രിപുരസുന്ദരി ഇൻവോക്ക് ചെയ്യാം. അപ്പോൾ അതിനുള്ള മന്ത്രങ്ങൾ സിംപ്ലിഫൈഡ് ആണ്. അവിടെയുള്ള മന്ത്രങ്ങൾ 1 ലൈൻ 2 ലൈനിൽ ഇത് ചെയ്ത് ഇത് എക്സ്റ്റേണൽ അത് പുറത്തുള്ള വഴിപാട്ടിൽ നിന്ന് അത് അകത്തോട്ട് കയറ്റിയ ആധാരങ്ങളിലോട്ട് പതിയെ വെച്ച് അത് ഇൻസ്റ്റാൾ ചെയ്ത് എടുക്കുന്ന ഒരു തത്വങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ തിരുമന്ത്രത്തിൽ പറയുന്ന ടെക്നിക്ക് അങ്ങ് റെക്കമെൻഡ് ചെയ്യുന്നതാണ്. അതേ ഫോളോ ചെയ്താണ് ഞാൻ യോഗയായിട്ട് ഡെവലപ്പ് ചെയ്ത് അത് എല്ലാവർക്കും നല്ല ഒരു റിസൾട്ടും നല്ല ഒരു ബലം കിട്ടുന്ന രീതിയിൽ അത് ചെയ്യുന്നുണ്ട്. ഇതിന് ചക്രാസിൽ നിന്ന് ഉണർത്തിയ ശേഷം ഇതിലാണ് ഇത് നമ്മൾ ചെയ്യാൻ പറ്റും. അത് ചക്രങ്ങളോട് റിലേറ്റഡ് ആണ്. അതിൽ തന്നെ എല്ലാം ഇതിൽ വയ്ക്കുന്നത്. അതിന് ആസ്ട്രൽ എനർജി സപ്പോർട്ട് സിസ്റ്റം അത് പറയുന്നുണ്ട്. അതിൽ ഈ എനർജിയൊക്കെ വയ്ക്കുമ്പോൾ അതിൽ 8 ഡയറക്ഷൻ മാത്രമല്ല, മുകളിലൊന്നും ഡൗൺവേർഡ് എല്ലാ എനർജി പ്രൊട്ടക്ഷൻ കിട്ടും. അത്യാവശ്യമാണ്. അത് പ്രാക്ടിക്കൽ ക്ലാസ് നടത്തുന്നുണ്ട്, ഓൺലൈനിലും ക്ലാസ് നടത്തുന്നുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. നന്ദി, നമസ്കാരം.